വെറും ഒരു കൂപ്പൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ മേടിക്കരുത് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പോലും പറ്റിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടില് അദ്ദേഹം താമസിച്ച ആ വീടാണ്. നമുക്കിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കാൻ കുറേ സമയമെല്ലാം കഴിഞ്ഞു. നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ വിറ്റ് പോകുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഡ്രോ ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന കൂട്ടുള്ള ഒരു എല്ലാവരും ഒന്ന് പർച്ചേസിങ് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർ ഒരുപാട് പേരോട് റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് എന്നും മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരു വലിയൊരു രീതിയിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ച ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടും വസ്തുവെല്ലാം അവിടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള രീതിയിലുള്ള ഒരു ഇതായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആരും പർച്ചേസ് ചെയ്തിട്ടില്ല. കുറച്ച് സമയമേ ഉള്ളൂ, അതിനു മുമ്പ് ഫില്ലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പ് ഫില്ലാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വാച്ച് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയാവട്ടെ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഫ്ലോർ ക്ലിയറിങ് ചെയ്യുന്ന ലിക്വിഡ്സ് ഇല്ലേ, അതായത് 1200 രൂപയൊക്കെ വിലയുള്ള. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഒരു ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ടീയും കോഫിയൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലാസ് കെറ്റിൽ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് എല്ലാം 700 രൂപ റേറ്റ് തന്നെ. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മുതലാവൂ? ഞാൻ ഓൾറെഡി ഇതിന്റെ കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അവരപ്പോൾ അത് നമുക്ക് ബൾക്ക് എടുക്കുവാണെങ്കിലും ബൾക്ക് എടുത്തില്ലേ പോലും അവർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനം അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ മാർക്കറ്റിൽ 900 1200 രൂപ വിലയുള്ള ഐറ്റംസാണ്. ഈ ഫ്ലോർ ക്ലീനിങ് ഐറ്റംസ് 1200 രൂപ 900 രൂപയ്ക്കാണ് പലരും കൊടുക്കുന്നത്. ആ പ്രോഡക്റ്റ് നമുക്ക് 700 രൂപയ്ക്ക്. ഇതാ മൂല്യത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കൊടുത്തുകൊണ്ട്. അതെ, നമ്മൾ ഇതിനകത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന വലിയ ലാഭം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ 700 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ മാന്യമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ലാഭമുണ്ട്. നോർമലായിട്ട് നിങ്ങളൊരു കൊടുക്കുന്നു. അതേ ഉള്ളൂ. നമ്മളൊരു നിയമപരമായിട്ട് നമ്മളിപ്പോ പല ഷോപ്പിൽ നിന്ന് TV അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു കൂപ്പണല്ലേ, അതേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അത്രയും നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേന് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ആ മൂല്യം എത്തണം. അത് ഇതുവരെ ശരിക്കും പറഞ്ഞ ടാർഗറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റില്ല നമുക്ക്. പക്ഷെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ സഹായിക്കുന്ന. എന്തോ ഒരു നടത്തിയെന്ന് പറയുന്നുണ്ട് ഡ്രോയുടെ. അതിനെ തുടർന്ന് ഇപ്പോഴും നിങ്ങളുടെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത്രയും മൂല്യമുള്ള പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്, അതിന് GST നിങ്ങൾ അടയ്ക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞതാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം പറ്റിയതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ആൾക്കാരിൽ ഒരു കൂപ്പൺ മാത്രം കൊടുത്തത് 1000 അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഒരു കൂപ്പണാണ് ആൾക്കാർക്ക് കൊടുത്തത്. അവർക്ക് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കൂപ്പൺ എടുത്ത് ഈ എല്ലാവർക്കും 500 രൂപ നഷ്ടമല്ലേ എടുത്തവർക്ക്. ആരെങ്കിലും ഒരാൾക്കല്ലേ സമ്മാനം അടിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു കൂപ്പണോ അല്ലെങ്കിൽ ഒരു ലോട്ടറി പോലെ അല്ല ഇത് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. അതായത് അവർ 700 രൂപ നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിനോടൊപ്പം കൊടുക്കുന്ന കൂപ്പണാണ് നമ്മൾ നറുക്കെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ ഈ വീടും വസ്തു ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും പ്രോഡക്റ്റ് നമുക്ക് മാറണം. അപ്പൊ ഇപ്പൊ ഒരു 10,000 20,000 അല്ലെങ്കിൽ 25,000 ആൾക്കാർ നമുക്ക് ഈ കൂപ്പൺ എടുക്കുമ്പോഴത്തേന് അവർക്ക് 25,000 ആൾക്കാർക്ക് വെറും ഒരു കൂപ്പണാണെങ്കിൽ നഷ്ടമാണ്. അവരുടെ 500 രൂപ പോകും. ഏതെങ്കിലും 3 പേർക്ക് ഈ പ്രൈസ് എടുത്തോളൂ. പക്ഷെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, നമ്മൾ കൊടുക്കുന്ന അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ വാച്ച് നിത്യ സാധനമാണ്. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, വീട്ടിലെ ടൈലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഐറ്റം. പിന്നെ അതെ നമ്മളെല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അത് സെയിം വാച്ച് തന്നെ, അത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ പ്രോഡക്റ്റ് ആദ്യമേ ഞാൻ ഒരു 3 മാസം യൂസ് ചെയ്തതിനു ശേഷം എടുത്തത്. എന്നിട്ടാണ് ഞാൻ എടുത്തത്. നിൽക്കില്ല എന്നൊക്കെ നോക്കിയിട്ട് എടുത്ത സാധനമാണ്. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഈ ഗ്ലാസ്സിലെ വാച്ച് പൊട്ടിപ്പോകാറുണ്ട്. എന്നാൽ പോലും നമ്മളെ വിളിച്ച് പറയുമ്പോൾ രണ്ടാമത് വീണ്ടും അയച്ചു കൊടുക്കും. നമ്മൾ അത് തിരിച്ച് റിട്ടേൺ പോലും മേടിക്കത്തില്ല. ഞങ്ങൾ പറയുന്നത് ഗ്ലാസ് ശരിയാക്കി എടുക്കാൻ എടുത്തോളാനേ പറയത്തുള്ളൂ. കാര്യം പൊട്ടുന്ന വാച്ചിന് പകരം നമ്മൾ വാച്ച് അപ്പോൾ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് ഡാമേജ് ചെയ്തിരുന്നതിന്. പിന്നെ എല്ലാവരും നമ്മളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ വീണ്ടും നിൽക്കുകയാണ്. ഒരുപാട് പേര് സഹായിക്കുന്നതായിട്ടും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഏറ്റവും തോന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് എടുപ്പിച്ചേക്കുന്നത് അവരെ. കൂടെ ഉള്ളവർക്കാണല്ലോ നിങ്ങളുടെ സത്യസന്ധത. ഈ കൂടെ ഉള്ളവർക്ക് മാത്രമല്ല, ഈ പേയ്മെന്റ് വിസിക്ക് തന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. കാര്യം അവർ ഇത്ര പേര് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കാൻ കുറേ സമയം എല്ലാം കഴിഞ്ഞു. കാര്യം നമ്മളിപ്പം ഈ ഒരു പർച്ചേസിലൂടെ കിട്ടുന്ന പേയ്മെന്റ് ഓരോരുത്തർക്ക് കൊടുക്കാന്ന് വെച്ചിരുന്നേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിലവിൽ 2 പേർക്ക് മാത്രമേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് വലിയ ഭീമമായ തുകയാണല്ലോ. അതെ 2 പേർക്ക് നമ്മൾ പൈസ കൊടുത്തു. ഇതിൽ നിന്ന് തന്നെ കൊടുത്താണ്. ഇതിൽ ഒരുപാട് പേര് അവസാന സമയത്ത് നമ്മുടെ ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ അറിയാലോ, അവസാന സമയത്താണ് ഇത്
ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ ഒരു കാര്യമല്ല. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക, അദ്ദേഹത്തിനൊരു വലിയ സഹായത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ കുടുംബത്തിന്റെ അവസ്ഥയിൽ പങ്കുചേരാം, അദ്ദേഹത്തിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കൃത്യം ആ ഡേറ്റിൽ തന്നെ അദ്ദേഹം ആ ഡ്രോ എടുക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അതിന് മീഡിയ അറ്റൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. 2 മീഡിയ എങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും 2-3 മീഡിയയും പിന്നെ മാക്സിമം പറ്റുന്ന ആൾക്കാർ. പക്ഷെ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ കൂപ്പൺ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാമെന്നൊക്കെ. ഇത്രയും ആൾക്കാരെ കൂട്ടി ഒരു കൂപ്പൺ ഈ പറഞ്ഞ നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിലെ കുഞ്ഞിനെ കൊണ്ടൊക്കെ എടുപ്പിച്ചു കഴിഞ്ഞാൽ അതെ 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 അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. കാര്യം അത്രയും ആൾക്കാരൊന്നും വെച്ച് നമ്മൾ പ്രസൻസിലേ അത് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 3 മാസമായിട്ട് പോലും നമുക്ക് അത്ര റെസ്പോൺസ് ഇല്ലാതിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു കൂപ്പൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ മേടിക്കരുത് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പോലും പറ്റിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്തത്. അതിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ചെയ്യിക്കുന്നുണ്ടല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതൊരു ആരും കുറ്റം പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ 500 രൂപ കൊടുക്കുക അല്ലെങ്കിൽ 700 കൊടുത്തിട്ട് കൂപ്പൺ എടുക്കുന്നതല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അവർക്ക് നിത്യം അവർക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുക, ആർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടില് അദ്ദേഹം താമസിച്ച ആ വീടാണ് ഈ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹത്തിനെ അറിയാം. കൂടുതൽ നാട്ടിൽ നിന്നായിരിക്കും എല്ലാവരും എടുത്തിട്ടുള്ളതല്ലേ? ഏറ്റവും തോന്നെ എടുത്തേക്കുന്നത് എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. പക്ഷേ ഈ അത്രയും വീഡിയോക്ക് റീച്ച് ആയിട്ട് പോലും എല്ലാവർക്കും കള്ളമെന്നുള്ളൊരു തോന്നൽ കാണും. പക്ഷെ അത് കാരണം ആരും അങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. പക്ഷെ എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അയലത്തൊക്കെ ഉള്ളവരാണ് ഏറ്റവും തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിനെ സഹായിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നിങ്ങളോട് ആ ഒരു പ്രോഡക്റ്റ് തന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടും വസ്തുവാണ് നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കാറ് അല്ലേ? അതെ അതെ. ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ടാണ് അതിന് അതേ മൂല്യമുള്ള ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ അയക്കുന്നല്ലേ? ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ചെയ്തതാണ്. അതെ. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സത്യസന്ധത നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ചതിയിൽപ്പെട്ടു പോയി. ഒരുപാട് പേര് മോശം കമന്റ് ഇടുന്നവർ അദ്ദേഹത്തിന് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു തരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കാവുന്നതാണ്.